എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: അത് ശരിയായ രീതിയല്ല. അതെങ്ങനെ പറയും? ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. റൈറ്റ് വേ എന്ന് പറഞ്ഞാൽ ശരിയായ രീതി എന്നാണ്. സോ അത് ശരിയായ രീതി അല്ല എന്ന് പറയാൻ ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ഈ രീതിയിൽ ചെയ്യുക. അതെങ്ങനെ പറയും? ഡു ഇറ്റ് ദിസ് വേ. ഡു ഇറ്റ് ദിസ് വേ. ദിസ് വേ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ. സോ ഈ രീതിയിൽ ചെയ്യുക എന്ന് പറയാനാണ് ഡു ഇറ്റ് ദിസ് വേ. ഇനി അടുത്തത് അവന് വിഷമം തോന്നും. അതെങ്ങനെ പറയും? ഹി വിൽ ഫീൽ ബാഡ്. ഹി വിൽ ഫീൽ ബാഡ്. ഫീൽ ബാഡ് എന്ന് പറഞ്ഞാൽ വിഷമം തോന്നുക എന്നുള്ളതാണ്. അപ്പോൾ ഹി വിൽ ഫീൽ ബാഡ് എന്ന് പറഞ്ഞാൽ അവന് വിഷമം തോന്നും എന്നാണ്. ഇനി അടുത്തത് അവൻ്റെ വഴി തടയരുത്. തടയുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ബ്ലോക്ക് എന്നാണ്. അപ്പം ഡോണ്ട് ബ്ലോക്ക് ഹിസ് വേ. ഡോണ്ട് ബ്ലോക്ക് ഹിസ് വേ. അതായത് അവൻ്റെ വഴി തടയരുത് എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ് ഇനി അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അതെങ്ങനെ പറയും? Don't trouble him anymore. Don't trouble him anymore. Don't trouble him എന്ന് പറഞ്ഞാൽ അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അല്ലെങ്കിൽ അവനെ കുഴപ്പത്തിലാക്കരുത് എന്നൊക്കെയുള്ള മീനിങ് ആണ്. എനിമോർ എന്ന് പറഞ്ഞാൽ ഇനിയും. സോ ഇനിയും അവനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ട്രബിൾ ഹിം എനിമോർ. ഇനി നിങ്ങൾ ധൃതിയിൽ എവിടെയെങ്കിലും പോവുകയാണ്. അപ്പം എന്തെങ്കിലും കാര്യം എടുക്കാൻ മറന്നുപോയെന്ന് വെച്ചു. അപ്പം നിങ്ങൾ പറയത്തില്ല ഞാൻ തിടുക്കത്തിൽ മറന്നു. അതെങ്ങനെ പറയും? I forgot in haste. I forgot in haste. haste എന്ന് പറഞ്ഞാൽ തിടുക്കം അല്ലെങ്കിൽ ധൃതി എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ ഞാനത് തിടുക്കത്തിൽ മറന്നു എന്ന് പറയാനാണ് I forgot in haste. forget എന്ന് പറഞ്ഞാൽ മറക്കുക. അതിൻ്റെ past tense ആണ് forgot. സോ I forgot in haste. ഇനി അടുത്തത് ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. അതെങ്ങനെ പറയും? I was about to leave. I was about to leave. About to leave എന്ന് പറഞ്ഞാൽ പുറപ്പെടാൻ തുടങ്ങുക എന്നുള്ള മീനിങ് ആണ്. സോ ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറയാനാണ് I was about to leave. ഇനി നമ്മൾ കണ്ണ് കെട്ടി കളിക്കത്തില്ലേ? അപ്പോൾ അങ്ങനെ എൻ്റെ കണ്ണ് കെട്ടുക എന്നെങ്ങനെ പറയും? Blindfold me എന്നാണ് പറയുന്നത്. Blindfold me. അതായത് എൻ്റെ കണ്ണ് കെട്ടുക എന്നുള്ള മീനിങ് ആണ് Blindfold me. ഇനി അടുത്തത് ഞാൻ ഇന്ന് അതിയായ സന്തോഷത്തിലാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം ഓവർജോയ്ഡ് ടുഡേ. ഐ ആം ഓവർജോയ്ഡ് ടുഡേ. ഓവർജോയ്ഡ് എന്ന് പറഞ്ഞാൽ അതിയായ സന്തോഷത്തിൽ എന്നുള്ള മീനിങ് ആണ്. സോ ഐ ആം ഓവർജോയ്ഡ് ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അതിയായ സന്തോഷത്തിലാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? I will always stand by my family. I will always stand by my family. Stand by എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു ആവശ്യം വന്നാലും സഹായിക്കാൻ മനസ്സോടെ കൂടെ നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബം. സോ ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന് പറയാനാണ് I will always stand by my family. ഇനി അടുത്തത് അവൾക്കത് പറയാൻ ഒരു അവകാശവുമില്ല. അതെങ്ങനെ പറയും? ഷീ ഹാസ് നോ റൈറ്റ് ടു സേ ദാറ്റ്. ഷീ ഹാസ് നോ റൈറ്റ് ടു സേ ദാറ്റ്. ഷീ ഹാസ് നോ റൈറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് അവകാശമില്ല എന്നാണ്. ടു സേ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ. സോ ഷീ ഹാസ് നോ റൈറ്റ് ടു സേ ദാറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് അത് പറയാൻ ഒരു അവകാശവും ഇല്ല എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ് അത് നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ പറയത്തില്ലേ? ഇറ്റ്സ് ഫോർ യുവർ വെൽഫെയർ. ഇറ്റ്സ് ഫോർ യുവർ വെൽഫെയർ. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം എന്നുള്ള മീനിങ് ആണ്. സോ ഇറ്റ്സ് ഫോർ യുവർ വെൽഫെയർ എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് ഫോർ യുവർ വെൽഫെയർ. ഇനി അടുത്ത സെൻറ്റൻസ് നിൻ്റെ ആരോഗ്യം ഇപ്പം എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ? ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. സോ ഇപ്പം നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനാണ് ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ. ഇനി ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ
അമിതമായി ചിന്തിക്കരുത് എന്ന് പറയത്തില്ലേ? ഈ അമിതമായി ചിന്തിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? ഓവർ തിങ്ക് ചെയ്യുക. അപ്പോൾ അമിതമായി ചിന്തിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ഓവർ തിങ്ക്. ഡോണ്ട് ഓവർ തിങ്ക് എന്ന് പറഞ്ഞാൽ അമിതമായി ചിന്തിക്കരുത് എന്നാണ് മീനിങ്. ഇനി നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നിന്റെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. അതെങ്ങനെയാണ് പറയുന്നത്? യുവർ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. യുവർ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം എന്നാണ്. പെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫലമുണ്ടായി എന്നുള്ള മീനിങ് ആണ്. നിന്റെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. യുവർ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. പിന്നെ അടുത്തത് നമ്മൾ പറയത്തില്ലേ, താമസിപ്പിക്കരുത്. താമസിപ്പിക്കുക എന്ന് പറയാൻ ഡിലേ ആക്കുക എന്ന് പറയാം. അപ്പോൾ താമസിപ്പിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ഡിലേ. ഡോണ്ട് ഡിലേ, അതായത് താമസിപ്പിക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് ഡിലേ. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാനിവിടെ ആയിരിക്കുന്നത് നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ചിലവഴിക്കുക എന്ന് പറയുന്നത് സ്പെൻഡ് എന്നാണ്. സോ ഐ എം ഹിയർ ടു സ്പെൻഡ് ടൈം വിത്ത് യു. ഐ എം ഹിയർ ടു സ്പെൻഡ് ടൈം വിത്ത് യു എന്ന് പറഞ്ഞാൽ, ടു സ്പെൻഡ് ടൈം വിത്ത് യു എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ എന്നാണ്. ഐ ആം ഹിയർ ടു സ്പെൻഡ് ടൈം വിത്ത് യു എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആയിരിക്കുന്നത് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനാണ് എന്നാണ് മീനിങ്. ഇനി ചിലർ വലിയ അഹങ്കാരമൊക്കെ കാണിക്കുമ്പം നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എത്ര അഹങ്കാരിയാണ് എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഹൗ അറഗൻറ്റ് യു ആർ. ഹൗ അറഗൻറ്റ് യു ആർ. അറഗൻറ്റ് എന്ന് പറഞ്ഞാൽ അഹങ്കാരി എന്നാണ് മീനിങ്. സോ നിങ്ങൾ എത്ര അഹങ്കാരിയാണ് എന്ന് ചോദിക്കാനാണ് ഹൗ അറഗൻറ്റ് യു ആർ. ഇനി നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമായി ഇരിക്കുന്നില്ല? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? നിശബ്ദമായി ഇരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? സിറ്റ് ക്വയറ്റ്ലി. സിറ്റ് ക്വയറ്റ്ലി. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമായി ഇരിക്കുന്നില്ല എന്ന് ചോദിക്കാൻ വൈ ഡോണ്ട് യു സിറ്റ് ക്വയറ്റ്ലി. വൈ ഡോണ്ട് യു സിറ്റ് ക്വയറ്റ്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമായി ഇരിക്കുന്നില്ല എന്നാണ് മീനിങ്. വൈ ഡോണ്ട് യു സിറ്റ് ക്വയറ്റ്ലി. ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് എന്തെങ്കിലും അത്യാവശ്യ കാര്യമൊക്കെ പിറ്റേ ദിവസം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല, നാളെ എന്നെ രാവിലെ നേരത്തെ ഉണർത്തുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? എന്നെ ഉണർത്തുക എന്ന് പറയാൻ വേക്ക് മീ അപ്പ്. വേക്ക് മീ അപ്പ്. നാളെ രാവിലെ നേരത്തെ ഉണർത്തണമെന്നല്ലേ പറയണ്ടേ? അപ്പോൾ വേക്ക് മീ അപ്പ് ഏർലി ടുമോറോ മോർണിംഗ്. വേക്ക് മീ അപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ നാളെ എന്നെ നേരത്തെ ഉണർത്തുക എന്നാണ്. ടുമോറോ മോർണിംഗ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ. സോ വേക്ക് മീ അപ്പ് ഏർലി ടുമോറോ മോർണിംഗ്. ഇനി അടുത്തത്, നീ അത് ഇപ്പോൾ തന്നെ ചെയ്യുക എന്ന് പറയണം. അപ്പം ഇപ്പോൾ തന്നെ എന്ന് പറയാനാണ് നൗ ഇറ്റ് സെൽഫ്. അപ്പോൾ ഡു ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. നീ അത് ഇപ്പോൾ തന്നെ ചെയ്യുക. ഡു ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. പിന്നെ അടുത്ത സെൻറ്റൻസ് നമ്മളിങ്ങനെ പറയത്തില്ലേ, അപ്പോൾ നീ എന്ത് ചെയ്യും? അതെങ്ങനെ ചോദിക്കും? ദെൻ വാട്ട് വിൽ യു ഡു. ദെൻ വാട്ട് വിൽ യു ഡു. വാട്ട് വിൽ യു ഡു എന്ന് ചോദിച്ചാൽ നീ എന്ത് ചെയ്യും എന്നാണ്. സോ അപ്പോൾ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കാനാണ് ദെൻ വാട്ട് വിൽ യു ഡു. ഇനി അടുത്തത്, അത് ചെയ്യാൻ മടിക്കരുത്. മടിക്കരുത് എന്നെങ്ങനെയാണ് പറയുന്നത്? ഡോണ്ട് ഹെസിറ്റേറ്റ്. ഡോണ്ട് ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടിക്കരുത് എന്നാണ് മീനിങ്. സോ അത് ചെയ്യാൻ മടിക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഡു ദാറ്റ്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ മടിക്കരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നല്ല ഉപദേശത്തിനായിട്ട് നിനക്ക് അവനെ ആശ്രയിക്കാം എന്ന് പറയണം. അപ്പോൾ നല്ല ഉപദേശം എന്ന് പറയാൻ ഗുഡ് അഡ്വൈസ്. ഇനി ഈ ഒരു ഫ്രേസ് ഓർത്തിരിക്കുക, കൗണ്ട് ഓൺ സംവൺ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട്, അപ്പോൾ ഇന്നയാളെ ആശ്രയിച്ചാൽ അത് ചെയ്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പറയാം യു ക്യാൻ കൗണ്ട് ഓൺ ഹിം. നിനക്ക് അവനെ ആശ്രയിക്കാം. യു ക്യാൻ കൗണ്ട് ഓൺ ഹിം. അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് വേണം, സോ ഇന്നയാളെ ഡിപ്പെൻഡ് ചെയ്താൽ മതി, അത് കിട്ടും എന്ന് ഉറപ്പാണെങ്കിൽ യു ക്യാൻ കൗണ്ട് ഓൺ ഹിം. നിനക്ക് അവനെ ആശ്രയിക്കാം എന്നാണ് മീനിങ്. സോ നല്ല ഉപദേശത്തിനായിട്ട് നിനക്ക് അവനെ ആശ്രയിക്കാം എന്നെങ്ങനെ പറയും? യു ക്യാൻ കൗണ്ട് ഓൺ ഹിം ഫോർ ഗുഡ് അഡ്വൈസ്. യു ക്യാൻ കൗണ്ട് ഓൺ ഹിം ഫോർ ഗുഡ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഉപദേശത്തിനായിട്ട് നിങ്ങൾക്ക് അവനെ ആശ്രയിക്കാം എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്കെങ്ങനെ അവനെ വിശ്വസിക്കാനാകും അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് ഹിം. ഹൗ ക്യാൻ ഐ
ട്രസ്റ്റ് ഹിം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ്. സോ ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അവനെ വിശ്വസിക്കാൻ കഴിയും എന്നാണ് മീനിങ്. ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് ഹിം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.